നമസ്കാരം. പൊതു തിരഞ്ഞെടുപ്പിന്റെ ശബ്ദ പ്രചാരണങ്ങളുടെ അവസാന ദിവസമായ മെയ് 30-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരി ജില്ലയിലെ വിവേകാനന്ദ പാറയുടെ ധ്യാന മണ്ഡപത്തിൽ 3 ദിവസം ധ്യാന നിമഗ്നനാകും. 1892-ൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനമനുഷ്ഠിച്ച സ്ഥലത്താകും ആധുനിക രാഷ്ട്രീയത്തിലൂടെ ഭാരതീയ സംസ്കൃതിക്ക് പുനർജീവനം നൽകിയ നരേന്ദ്രൻ ഉപവിഷ്ടനാകുന്നത്. 2014-ലും 2019-ലും ഇലക്ഷൻ പ്രചരണങ്ങൾക്ക് ശേഷം ശിവാജിയുടെ പ്രതാപ് നഗറിലും കേദാർനാഥിലും ഇത്തരത്തിൽ അദ്ദേഹം ധ്യാനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2024-ൽ പ്രധാനമന്ത്രിയുടെ 9ാമത്തെ കേരള സന്ദർശനമാണ് നടക്കുവാൻ പോകുന്നത്. വ്യാഴാഴ്ച പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ നിന്നും 2024-ലെ എല്ലാ പ്രചരണങ്ങൾക്കും സമാപനം കുറിക്കുന്ന നരേന്ദ്രമോദി വൈകിട്ടോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. അവിടെ നിന്ന് കന്യാകുമാരി ഗസ്റ്റ് ഹൗസിലും ശേഷം ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്കും യാത്രയാകും. ശനിയാഴ്ച രാത്രി തിരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം ദില്ലിയിലേക്ക് മടങ്ങും. മോദിയുടെ 3 ദിവസത്തെ ധ്യാനം പ്രതിപക്ഷ നിരയിൽ പ്രത്യേകിച്ച് TMCക്കും കോൺഗ്രസിനുമിടയിൽ ചർച്ചയായി. മൗന പ്രചാരണ ദിനങ്ങളിൽ അദ്ദേഹം ധ്യാനമിരിക്കുന്ന ചിത്രങ്ങൾ സംപ്രേക്ഷണം ചെയ്യരുതെന്നും ചാനലുകൾ അങ്ങനെ ചെയ്താൽ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുമെന്നും TMC ലീഡർ മമതാ ബാനർജി പറഞ്ഞിരുന്നു. ധ്യാനമിരിക്കുന്നത് ഏതെങ്കിലും മാധ്യമങ്ങൾ വഴി പുറം ലോകം അറിയരുതെന്നാണ് കോൺഗ്രസിന്റെയും അഭിപ്രായം. തൊപ്പിവച്ചും തലപ്പാവ് കെട്ടിയും ഭസ്മം പൂശിയും ആൾമാറാട്ടം പോലെ നിലപാടുകൾ മാറുന്ന നേതാക്കളുള്ള പാർട്ടിയാണ് നിലപാടുകൾ മാറാത്ത ഭാരത സംസ്കാരത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നരേന്ദ്രമോദിയെ വിമർശിക്കുന്നത്. രാജ്യത്തിന്റെ വിശ്വാസങ്ങളെയും ആശയങ്ങളെയും എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഭയക്കുന്നത്? അത് ഉയർത്തിക്കാണിക്കുന്ന മോദിയുടെ നിലപാടിനെയാണ് ചില പാർട്ടികൾ ഭയപ്പെടുന്നത്. ജനങ്ങൾ ഇതൊന്നും അറിയരുത്. ഏതായാലും അസ്വസ്ഥരായി പ്രതിപക്ഷം നടത്തുന്ന കൂട്ടായ വിമർശനം വഴി പ്രധാനമന്ത്രിയുടെ ധ്യാനത്തിന് കൂടുതൽ ശ്രദ്ധ ലഭിക്കുകയാണ്. പ്രീണന രാഷ്ട്രീയത്തിന്റെ ഏജന്റുമാർക്ക് അങ്ങനെ ചെയ്യുവാൻ കഴിയില്ല എന്ന നഷ്ടബോധം അവരെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ടാകാം. ജയ് ഹിന്ദ്.